ഒരിടവേളയ്ക്ക് ശേഷം കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചോദ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആകാശപാതയുടെ ഭാവിയെപ്പറ്റി ഉത്തരം പറഞ്ഞതോടെയാണ് പടവലം പന്തൽ എന്നൊക്കെ പരിഹാസപൂർവ്വം വിളിക്കുന്ന കോട്ടയത്തിന്റെ ആകാശപാത വീണ്ടും ചർച്ചയാകുന്നത്. ഇതാണ് കോട്ടയത്തെ പ്രസിദ്ധമായ പടവലം പന്തൽ. പടവലം പന്തലോ? ആകാശപാത എന്നല്ലേ പറയുന്നത്? ആകാശപാതയൊക്കെ പണ്ട്, ഇപ്പൊ പടവലം പന്തൽ എന്ന് അറിയപ്പെടുന്നത്. ആണോ? ആ, (2015) പണി തുടങ്ങിയത്. 15 ഡിസംബറിൽ തിരുവഞ്ചൂർ തുടങ്ങിയാണ് UDF സർക്കാരിന്റെ കാലത്ത്. പക്ഷെ എന്ത് ചെയ്യാം, 3 മാസം കഴിഞ്ഞപ്പോൾ വർണ്ണം മാറി, അതോടെ പണി നിലച്ചു. 5.8 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിക്കാന്നൊക്കെയായിരുന്നു തുടങ്ങിയപ്പോൾ പ്ലാൻ. ഇപ്പൊ 17.5 കോടി ഉണ്ടെങ്കിലും തീരത്തില്ലെന്നാണ് ഇന്നലെ നിയമസഭയിൽ ഗണേഷ് കുമാർ പറഞ്ഞത്. ഒരു പോസിറ്റീവായിട്ട് മറുപടി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല. കാരണം നിലവിൽ കൈവാക്ക് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കിറ്റ്കോയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 17.89 കോടി രൂപ കൂടാതെ IIT നിർദ്ദേശപ്രകാരം സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുകയും തുടർ പരിപാലനത്തിലുള്ള തുകയും ചേർത്ത് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടി വരും. ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊളിച്ചു മാറ്റേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും. ആയതിനാൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടയം സ്കൈവാക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വളരെ ദൗർഭാഗ്യത്തോടെ അറിയിക്കുന്നു. പക്ഷെ വിട്ടുകൊടുക്കത്തില്ലെന്ന് തിരുവഞ്ചൂർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ കളിയാണെന്ന് പുള്ളി പറയുന്നത്. എന്തായാലും ഇതിനായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് നിയമസഭയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. 5 മെയിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ, അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. സർ, ആ സംവിധാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ നോക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗവൺമെൻറ്റും വരികയാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. എന്തായാലും സംഭവം ഭയങ്കര അബദ്ധമായി പോയവരാണ്. ഇപ്പോൾ പണിയൊന്നുമില്ല, പൊളിക്കുന്നുമില്ല, ജനങ്ങൾക്കാണ് ആകപ്പാടെ ബുദ്ധിമുട്ടും, മൊത്തം ട്രാഫിക് ബ്ലോക്കും. നാട്ടുകാരെന്നുള്ളത് നല്ല അഭിപ്രായമാണ്. നാടിൻ്റെ കാർഷിക പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പടവലം, പാവല്, മത്ത ഇങ്ങനെയുള്ള കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണിത്. ഇങ്ങനെയുള്ള പുതിയ സംരംഭങ്ങൾ ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തും വരണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മേൽപ്പാതം എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ശരിയാകാൻ പോകുന്ന ഒരു കാര്യമല്ല. വയസ്സന്മാർ കയറുകയില്ല, പ്രായം ചെന്നവർ കയറുകയില്ല. അവരെല്ലാം ഓട്ടോറിക്ഷയെ പ്രതിനിധീകരിച്ച് അവർ കയറി പോണത്. അതുകൊണ്ട് ഈ ട്രാഫിക് ലൈൻ ഇതുകൊണ്ട് ഇത്രയും സ്ഥലമാണ് ഞങ്ങൾക്ക് പോകാനുള്ള ഇടമുണ്ടോ? ഒരു ഓട്ടോറിക്ഷ പോലും കയറി പോകാനുള്ള സ്ഥലമില്ല. തീർച്ചയായിട്ടും ഇത് പൊളിച്ച് നീക്കിയേ പറ്റൂ. ഇവിടുത്തെ ജനങ്ങൾ എന്നെപ്പോലെ തന്നെ ഒരു 100 പേരോട് ചോദിച്ചാൽ 99% പേര് ഇത് പൊളിക്കാനേ പറയത്തുള്ളൂ. അത് രാഷ്ട്രീയമൊന്നുമല്ല ഈ പറഞ്ഞത്. PT ചാക്കോയ്ക്ക് എത്ര നാൾ ഇങ്ങനെ ഈ പടവലം പന്തലിന്റെ ചോട്ടിൽ നിൽക്കണമെന്ന് അറിയില്ല. എന്തായാലും ഈ സംഗതിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് കോട്ടയംകാരുടെ മുഴുവൻ അഭിപ്രായം. S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.